കോട്ടയം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ലിസ ജോണിനെതിരെ കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. PG വിദ്യാർത്ഥിനിയായിരുന്ന റാണി JS ആണ് ലിസ ജോണിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഏറ്റവും അവസാനമായി രംഗത്ത് വന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥലം മാറ്റം കിട്ടിയെന്ന മാഡം HOD ആയി ചുമതലയേറ്റതോടെ കാര്യങ്ങൾ മാറി മറിയുന്നുവെന്നാണ് റാണി ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായത്. പ്രഗ്നൻസി സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ കാരണം തനിക്ക് മെഡിക്കൽ ലീവിൽ പ്രവേശിക്കേണ്ടി വന്നിരുന്നു. അവിടെയും HODയുടെ ഇടപെടൽ കാര്യമായി ഉണ്ടായി. നീണ്ട നാളുകൾക്ക് ശേഷം മന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ കയറി ഇറങ്ങുന്നതിന് ശേഷമായിരുന്നു തിരികെ ജോയിൻ ചെയ്യാനായതെന്നും റാണി വ്യക്തമാക്കി. ലിസ ജോണിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടുവെന്ന വെളിപ്പെടുത്തലുമായി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ 3-ാം വർഷ വിദ്യാർത്ഥി വിനീത് കുമാറും രംഗത്ത് വരികയുണ്ടായി. ഡോക്ടർ വിനീത് കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ സങ്കടത്തോടെ വായിച്ചു. എനിക്ക് പറയാനുള്ളത് എന്റെ തന്നെ ഒരു കഥയാണ്. ശരിക്കും വളരെയധികം ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും സ്വപ്നങ്ങളോടും കൂടെ ഇഷ്ടവിഷയമായി MD ഫോറൻസിക് മെഡിസിൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചേർന്നത്. പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അതിനപ്പുറം സന്തോഷകരവും സമാധാനപരവുമായ അന്തരീക്ഷമാണ് എന്നെ സ്വാഗതം ചെയ്തതും. യഥാർത്ഥത്തിൽ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ അറ്റൻഡർ സ്റ്റാഫ് സ്ത്രീകളായ PG വിദ്യാർത്ഥികളും സീനിയർ റെസിഡന്റ് മാർക്കും ഉൾപ്പെടെ ലൈംഗിക ചൊവ്വയുള്ള ഒരു അശ്ലീല മെസ്സേജ് വാട്സപ്പിൽ അയച്ചു. അതിനെതിരെ HODക്ക് എല്ലാവരും ചേർന്ന് പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. ആർക്കാണ് ഇവിടെ പരാതി ഉള്ളതെന്ന് ആക്രോശമായിരുന്നു ആദ്യം നടത്തിയ പ്രതികരണം. ഒരു സ്ത്രീയായ HODയുടെ ഭാഗത്തു നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത പ്രതികരണമായിരുന്നു ഇത്. PG എക്സാമിന് ആരൊക്കെ പാസ്സാകുമെന്ന് കാണാമെന്ന് ഭീഷണിപ്പെടുത്തി PG വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇനി ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കില്ല എന്ന് ഉറപ്പു മാത്രമേ ഉള്ളൂ. ആ പരാതി മേടിച്ച് അല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. അന്ന് ഞാൻ 5 മാസം ഗർഭിണി കൂടിയായിരുന്നു. ഗർഭധാരണം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ കാരണം അതേ മാസം മെഡിക്കൽ ലീവിൽ പ്രവേശിക്കേണ്ട സാഹചര്യം വന്നു. 15 ദിവസത്തെ മെഡിക്കൽ ലീവിന് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ തിരികെ ജോയിൻ ചെയ്യാനുള്ള അപേക്ഷകൾ കൊടുത്തിരുന്നു. തിരികെ ജോയിൻ ചെയ്യേണ്ട എന്ന് HOD കൈക്കൊണ്ട തീരുമാനം. എന്റെ നിറവയറുമായി തിരിച്ച് ജോലിയിൽ ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റിലും പ്രിൻസിപ്പൽ ഓഫീസിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും കയറി ഇറങ്ങിയത് 2.5 മാസമാണ്. സാലറി ഇല്ലാതെ ബോണ്ട് കാലാവധി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാതെ നീണ്ട 2.5 മാസമായിരുന്നു അത്. മാനസികമായും സാമ്പത്തികമായും വളരെയധികം ബുദ്ധിമുട്ടി. തിരിച്ച് ജോയിൻ ചെയ്തിരുന്നു. അത് കഴിഞ്ഞും കാര്യങ്ങൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മോർച്ചറി ടോർച്ചർ എന്ന സ്ഥിരം പീഡനമുറകളായിരുന്നു. അവരുടെ ഹൃദയം തകർന്നിട്ടും പലപ്പോഴും പിടിച്ചു നിന്നത് ആ കുഞ്ഞിനു വേണ്ടിയായിരുന്നു. മെറ്റേണിറ്റി ലീവ് 3-ാം മാസത്തിൽ ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് റീജോയിൻ ചെയ്യുകയുണ്ടായി. കുഞ്ഞിനോട് വീണ്ടും അനീതി കാണിക്കേണ്ടതായ സാഹചര്യം വന്നു. എങ്ങനെയെങ്കിലും ബോണ്ട് കാലയളവ് കംപ്ലീറ്റ് ചെയ്ത് രക്ഷപ്പെടുക എന്ന് മാത്രം മനസ്സിലപ്പോഴുണ്ടായിരുന്നുള്ളൂ. ആ പടി ഇറങ്ങുമ്പോൾ വലിയ ആശ്വാസവുമായിരുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞ PG കാലഘട്ടം കോട്ടയം ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് സമ്മാനിച്ചെങ്കിലും 1 വർഷം നീണ്ട ബോണ്ട് കാലഘട്ടം നരകതുല്യമായിരുന്നു എന്നതിൽ സംശയമില്ല. ഈ നരക ജീവിതത്തിൽ കൂടെ കടന്നു വന്ന എന്റെ കുഞ്ഞ് പൂമ്പാറ്റയ്ക്ക് ഇന്ന് 1.5 വയസ്സായി. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ചും ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും യുവ ഡോക്ടർമാരെയും വിദ്യാർത്ഥികളെയും പഠിപ്പിക്കുന്ന ഒരു വനിതാ അധ്യാപികയിൽ നിന്നാണ് മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതേ വ്യക്തി തന്നെയാണ് സ്വന്തം വിദ്യാർത്ഥിയോട് വ്യാജ ലൈംഗിക പീഡന കേസിൽ കുടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. എന്നാൽ അത് അടിയന്തരമായി തിരുത്തപ്പെടേണ്ട സാഹചര്യമായിരുന്നു.